ആഗോള കത്തോലിക്ക തിരുസഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ തന്നെ തുടരുന്നു. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ. 17 വരെയുള്ള പരിപാടികൾ റദ്ദാക്കി വത്തിക്കാൻ. ബ്രോങ്കൈറ്റിസ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പയെ റോമിലെ അഗോസ്റ്റിന ജെമലി പോളി ക്ലിനിക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 17 വരെയുള്ള മാർപ്പാപ്പയുടെ പരിപാടികൾ റദ്ദാക്കി. ഇന്ന് ശനിയാഴ്ച വത്തിക്കാനിൽ ക്രമീകരിച്ച ജൂബിലി പരിപാടിയിലും ഫെബ്രുവരി 17 റോമിന് തെക്കുള്ള ചരിത്രപ്രസിദ്ധമായ സിനിസിറ്റ ഫിലിം സ്റ്റുഡിയോയിൽ കലാകാരന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇന്നലെ വത്തിക്കാൻ സന്ദർശിച്ച സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിസോയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിലേക്ക് പോയത്. റോമിലെ ഏറ്റവും വലിയ ആശുപത്രിയായ പോളിക്ലിനിക്കോ അഗസ്തീനോ ജെമലിയിൽ മാർപ്പാപ്പയ്ക്കായി ക്രമീകരിച്ച പ്രത്യേക സ്യൂട്ടിലാണ് ചികിത്സ നടക്കുന്നത്. ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധ കണ്ടെത്തിയെന്നും നേരിയ പനിയുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതി പൂർണ്ണ തൃപ്തികരമാണെന്നും വത്തിക്കാൻ മാധ്യമങ്ങളെ അറിയിച്ചു. അതേസമയം മാർപ്പാപ്പയെ ആശുപത്രി പ്രവേശിപ്പിച്ച പശ്ചാത്തലത്തിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിലെ സഭാ നേതൃത്വം പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകി കഴിഞ്ഞു. പാപ്പ ആശുപത്രിയിലായ സമയത്ത് പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തങ്ങൾ പങ്കുചേരുകയാണെന്ന് US കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 88 വയസ്സുള്ള ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്.